അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുന്നോറുകൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു വിഷയമാണ് ജുമുഅ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. ചില ആനുകാലിക വിഷയങ്ങൾ സാന്ദർഭികമായി സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷയം ബാക്കി പറയാൻ നീട്ടിവെച്ചതാണ്. ഇന്ന് ആ ജുമുഅയുടെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ സാധാരണ വരാറുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ സാധാരണ വരുന്നത് ജുമുഅ നമസ്കരിക്കാൻ വേണ്ടിയാണ്. ഈ ജുമുഅ നമസ്കാരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുതുബ കേൾക്കുക എന്നുള്ളതും സഫുകൾ ചൊവ്വായി ഇരിക്കുക എന്നുള്ളതും. ചൊവ്വായി നിൽക്കുക, ഖുതുബ കേൾക്കുക എന്നുള്ളത് ജുമുഅ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സങ്കടകരമായ അവസ്ഥകൾ ഒരു ജുമുഅ ദിവസം നമ്മളോട് ഒരു ചടങ്ങായി നമ്മൾ മാറ്റുകയാണ്. ചില ആളുകൾ ഒരു പൊതുസമ്മേളനം പോലെ ഒരു ദിവസത്തെ ജുമുഅ ദിവസത്തെ മാറ്റുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിന് ജുമുഅ നമസ്കാരം വരുന്ന ആളുകൾ തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ്. ചില ആളുകൾ നേരത്തെ തന്നെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പള്ളിയിൽ നേരത്തെ വന്നാലും ഖുതുബ ശ്രദ്ധിക്കാതെ ഉറങ്ങാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ സൗകര്യപ്രദമായൊരു ഫാനിൻ്റെ ചുവട്ടി വന്നിരുന്ന് കാറ്റുകൊണ്ടിരുന്ന് ഉറങ്ങാമെന്ന് നിയത്താക്കി വരുന്ന ആളുകൾ. ചില ആളുകൾ നേരത്തെ വന്നാൽ പള്ളിയിൽ കയറൂല, പള്ളിയുടെ പരിസരങ്ങളിലും പറമ്പുകളിലും ഓഡിറ്റോറിയത്തിൻ്റെയും മദ്രസയുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറങ്ങി കാര്യം പറഞ്ഞ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഖുതുബ തീർന്നിട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. നിസ്കാരം പകുതിയാകുമ്പോഴും നിസ്കാരം തീരുമ്പോൾ ഓടി വരും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ എല്ലാ പള്ളികളെയും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പള്ളി എന്നല്ല, ഏത് പള്ളികളിലും ഉള്ളൊരു ജനങ്ങളുടെ ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങളാണ് ഞാൻ ഈ വിവരിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജുമുഅ നമസ്കാരം 2 റക്അത്ത് നിസ്കാരമാണ്. ളുഹറിന്റെ സ്ഥാനത്താണ് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ളുഹർ നിസ്കാരം 4 റക്അത്ത് നിസ്കാരമാണ്. അവിടെ ആ 4 എന്നുള്ള ഭാഗത്ത് ആ ളുഹർ നിസ്കാരം അല്ലാഹു തആല നിയത്ത് അത് മാറ്റിയിട്ട് 2 റക്അത്ത് ജുമുഅ, 2 റക്അത്ത് അത് ഖുതുബയാക്കി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ 2 റക്അത്ത് ജുമുഅ നിസ്കാരവും 2 റക്അത്ത് ജുമയുടെ ഖുതുബയും, അങ്ങനെ 4 റക്അത്തിനെ അല്ലാഹു 2 രീതിയിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നത്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും മുഅദ്ദിൻ വാളോ ചില പള്ളികൾ വടിയോ എടുത്തിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ പള്ളികളും പറയും, മആശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർള് ഇദാ സഅദൽ ഖതീബു അലൽ മിൻബർ ഫലാ യതകല്ലമന്ന അഹദുൻ ഫമൻ തകല്ലമ ഫഖദ് ലഗാ ഫമൻ ലഗാ ഫലാ ജുമുഅത ല ഖാല النبي صلى الله عليه وسلم إذا قلت لصاحبك يوم الجمعة وأنصت والإمام يخطب فقد لغوت استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. എല്ലാ വെള്ളിയാഴ്ച ഇമാം മുഅദ്ദിൻ വാലെടുത്ത്
എടുത്തിട്ട് പറയാറുണ്ട്. എന്താ പറയുന്നത്? അല്ലയോ മുസ്ലിമീങ്ങളെ, യാ മആശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, ജുമുഅ മിസ്കീന്മാരുടെ ഫക്കീറന്മാരുടെ അവരുടെ പെരുന്നാളാണ്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, മിസ്കീന്മാരുടെയും ഫക്കീറന്മാരുടെയും ഹജ്ജാണ് ജുമുഅ എന്ന് പറയുന്നത്. അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള പണം അവരുടെ കയ്യിലില്ല, അവരുടെ പാപങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്, മുഅ്മിനീങ്ങളുടെ ആഘോഷ സുദിനമാണ് ജുമുഅ. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർള്. എല്ലാ ആഴ്ച നമ്മൾ ഓതുന്ന അർത്ഥം അൽ ജുമുഅ എന്ന് പറയുന്നത്, അൽ ഖുത്ബത്തു ഖുത്ബ എന്ന് പറയുന്നത് തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർള്, 2 റക്അത്ത് ഫർള് നമസ്കാരത്തിന്റെ സ്ഥാനത്താണ്. 2 റക്അത്ത് ഫർള് നമസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഖുത്ബ നടക്കുന്നത്. ഇദാ സഇദൽ ഖതീബു അലൽ മിമ്പർ, ഇമാം മിമ്പറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫലാ യതകല്ലമന്ന അഹദുൻ, ആരും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഫമൻ തകല്ലമ, ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ലഗാ, അവന് പോയി, അവന് നഷ്ടത്തിലായി, അവന് അത് പിഴവ് സംഭവിച്ചു, വലിയൊരു തെറ്റാണത് സംഭവിച്ചത്. അങ്ങനെ ഫമൻ ലഗാ, ആരെങ്കിലും സംസാരിച്ചവന് പിഴവ് പറ്റിപ്പോയാൽ ഫലാ ജുമുഅത ല, അവന് ജുമുഅയുമില്ല. മെമ്പറിൽ കയറുമ്പോ, ഇമാമ് മെമ്പറിൽ കയറുമ്പോൾ ബക്കറ്റ് എടുത്തോണ്ട് പോകുമ്പോ പൈസ ഇങ്ങോട്ട് ബാധി 50 രൂപ ബാക്കിയതാ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് സംസാരിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിച്ചാൽ അവന് ജുമുഅയില്ല എന്ന് പറഞ്ഞത്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞ ഹദീസൂടെ പറയും ആശറയിൽ, ഇദാ ഖുൽത ലി സ്വാഹിബിക യൗമൽ ജുമുഅത്തി വഅൻസിത്, ആരെങ്കിലും ഖുത്ബ നടക്കുമ്പോൾ സംസാരിച്ചാൽ ആ സംസാരിക്കുന്നവനോട് നീ മിണ്ടരുതേ എന്നൊരാൾ പറഞ്ഞാൽ വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത്, ഒരാൾ ഖുത്ബ ഓതുമ്പോ സംസാരിച്ചു, സംസാരം കേട്ട് നമ്മൾ അടുത്തുന്നുണ്ട് മിണ്ടല്ലേ എന്ന് അവനോട് പറഞ്ഞാൽ അവനും പിഴവ് പറ്റി, അവന്റെ ജുമുഅയും നഷ്ടത്തിലാണ്.